ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നൊരു ടോപ്പിക്കേ അല്ല. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഡെസിമൽ ഫോംസ്, ഫ്രാക്ഷൻ വരുന്നുണ്ട്, അതുപോലെ സ്ക്വയർ റൂട്ട് കാണാനുണ്ട്, സ്ക്വയർ കാണാനുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം. അപ്പം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു ഈ വീഡിയോയിൽ പറഞ്ഞു പോകണം. ഇതെന്തായാലും പഠിക്കണം. ഇത് എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഫസ്റ്റ് വൺ, നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം, സെയിം നമ്പേഴ്സ് എടുക്കാം അല്ലേ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, രണ്ടല്ല ഒരു 10 നമ്പേഴ്സ്, സെയിം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഏതാ, 1 എടുക്കാം. അപ്പോൾ 1-നെ ഞാൻ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, 1 × 1 1 ആണ്. ഇതിപ്പോൾ എന്ത് ചോദ്യമാണ് അല്ലേ, എന്ത് ക്വസ്റ്റ്യൻ അത്, ഇത് സിമ്പിൾ അല്ലേ. അടുത്തത് അങ്ങനെയാണെങ്കിൽ 2 × 2 എന്താ, 4 ആണ് അല്ലേ. 2 ടൈംസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേ, 1 എഴുതി അതിൻ്റെ മുകളിൽ 2 ഇട്ടു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ഞാനിവിടെ 1 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. 1-നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് മീനിങ് കേട്ടോ. ഓക്കെ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ 2 × 2 എന്താ, 2 × 2 എന്ന് പറഞ്ഞാൽ 2-നെ 2 ടൈംസ് ചെയ്തു എന്ന് പറയാൻ 2 സ്ക്വയർ. അതിന്റെ പറയുന്നത് എങ്ങനെയാണ്, 2 സ്ക്വയർ എന്ന് പറയാം കേട്ടോ. 2 × 2 അല്ലേ, 2 × 2 അങ്ങനെയും പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ഇനി 2 × 2 എന്ന് പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട. 2 × 2 എന്ന് പറയുമ്പോൾ എത്ര ടൈംസ് എടുക്കും, അതിന് പകരം 2 എഴുതുക, അതിന് മുകളിൽ 2 ഇട്ടാൽ മതി. മീനിങ് എന്തെന്നെയാണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ എന്ന് എങ്ങനെ പറയാ, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. 4 സ്ക്വയർ മീനിങ് ചെയ്യണമെന്നാണ് 4 × 4. 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. കിട്ടിയല്ലോ, ഐഡിയ കിട്ടിയില്ലേ. അപ്പൊ 5 × 5 എന്താ, 5 സ്ക്വയർ ആണ്, 25 ആണ്. 6 × 6 എന്താ, 6 സ്ക്വയർ ആണ്, 36 ആണ്. 7 × 7 എന്താ, 7 × 7 49 ആണ്. 8 × 8 എന്താ, 8 സ്ക്വയർ ആണ്, 64 ആണ്. 9 × 9 9 സ്ക്വയർ 81 ആണ്. 10 × 10 10 സ്ക്വയർ 100 ആണ്. ഇനി എന്താണ്, കുറച്ച് നോട്ട് പറഞ്ഞുതരാം. എന്താണ് ഫസ്റ്റ് നോട്ട്, ഓൾ കാൽക്കുലേഷൻ വി മൾട്ടിപ്ലൈ എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പറിനെ ആ നമ്പർ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് അല്ലെ. ഇങ്ങനെ പറയുന്ന നമ്പേഴ്സിനെ ഇങ്ങനെ സെക്കൻഡ് പവേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്പറിനെ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് സ്ക്വയർ എന്ന് പറയാം. ആ നമ്പറിന്റെ സ്ക്വയർ, ഏത് നമ്പർ ആണോ ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, സ്ക്വയർ ഓഫ് 1, സ്ക്വയർ ഓഫ് 2, സ്ക്വയർ ഓഫ് 3 അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ നമ്പേഴ്സിനെ പറയാൻ പറ്റും. ഫസ്റ്റ് സെക്ഷൻ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാ അല്ലെ. അപ്പൊ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ വിത്ത് ലെങ്ത് ഓഫ് സൈഡ് 3 മീറ്റേഴ്സ്. അപ്പൊ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഇവിടെ നമുക്ക് യൂണിറ്റ് 3 ആണ്, സോറി മീറ്റേഴ്സ് ആണ് കേട്ടോ. 3 എന്ന് പറയുന്നത് നമ്പർ ആണ്. അപ്പോ ആ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡാണ് 3, അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ കേട്ടോ, തെറ്റിച്ചേക്കരുത്, മീറ്റർ. ഇത് ഓക്കെ ആയോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ ഒരു സ്ക്വയർ, അതാ ഇവിടെ ഒരു സ്ക്വയർ നമുക്ക് മേക്ക് ചെയ്യാം. ഓക്കെ, ആ സ്ക്വയറിന്റെ ഒരു സൈഡാണ് 3 മീറ്റർ അല്ലെ. ഒരു സൈഡ് മീറ്റർ, ഒരു സൈഡ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് തന്നെ 4 സൈഡും തന്നെയായിരിക്കും 3 മീറ്റർ തന്നെയാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, ഏരിയ. ഏരിയ കാണാൻ എന്താ ചെയ്യാറ്, സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് സൈഡും, എല്ലാ സൈഡും തന്നെയാണ് 3 ആണ്. സോ 3 × 3 എഴുതാം അല്ലെ. 3 × 3 സൈഡ് ഇൻറ്റു സൈഡ് ആണ് നമ്മുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ പഠിച്ചതാണ് ഫ്യൂച്ചറിൽ അല്ലെ. ഫ്യൂച്ചറിൽ അത് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഓർമ്മയുണ്ട്, പഠിച്ചെടുത്തതാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തെടുക്കുക കേട്ടോ. അപ്പൊ 3 × 3 എഴുതാം അല്ലെ. 3 × 3 3 × 3 എന്താ, 9. 3 × 3 നമുക്ക് എങ്ങനെ എഴുതാം, 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പോഴും എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല, 3 × 3 തന്നെ എഴുതിയാലും മതി. അല്ലെങ്കിൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വന്നു. അവിടെ നമുക്കൊരു ചെറിയൊരു എന്താണ് 3 എന്ന് പറയുന്ന നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ.
ഇവിടെ നമുക്ക് ആരും കൂടി മിക്സ് ആക്കി ആ നമ്പറിന്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടി മിക്സ് ആക്കി ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും അല്ലെ. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഒരു നമ്പറും ഉണ്ട് ഒരു ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഒന്നുമില്ല, ഇതിനാദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ 1/2 വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ എന്നല്ല, ഇങ്ങനെ ചെയ്യായിരിക്കും എളുപ്പം. നിങ്ങൾ നോട്ട് ചെയ്യുക, ഇവിടെ മൾട്ടിപ്പിൾ, ഇവിടെ പ്ലസ്. ഈ ഒരു സംഭവം ഓർത്ത് വെച്ചാൽ സെറ്റാണ്. അപ്പൊ ആദ്യം ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം. മോളിക്ക് 1 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. മോളിക്ക് ആക്കുമ്പോൾ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 1 × 2. ഇനി പ്ലസ് ആണ്, താഴേക്ക് വീണ്ടും വരുമ്പോൾ പ്ലസ്. അപ്പോ ഇവിടെ പ്ലസ് ചെയ്യാൻ ആരേ ഉള്ളൂ, ഒരു 1 ഉണ്ട് /2. ഓക്കെ, 1 × 2 2, 2 + 1/2. ആൻസർ 3/2. എന്ത് ഈസിയാ അല്ലെ. മൂവ് ടു നെക്സ്റ്റ്. അല്ല, ഇതിൽ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, ഇനി സ്ക്വയറിന്റെ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ സൈഡ് 1/2 വരുന്ന ഒരു സ്ക്വയറിന്റെ എന്താണ് ഏരിയ കാണണം. ഓക്കെ, അപ്പൊ ഏരിയ എങ്ങനെ കാണാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 2 പ്രാവശ്യം ഈ ഒരു നമ്പറിനെ 2 പ്രാവശ്യം ഇൻഡ് ചെയ്താൽ മതി, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെ. അപ്പൊ 3/2നെ 2 പ്രാവശ്യം ഇൻഡ് ചെയ്യാം. ഇത് ഇൻഡ് ചെയ്യാൻ അറിയാത്തവരില്ലല്ലോ, നേരെ ഇൻഡ് ചെയ്യുക. ഇൻഡ് ചെയ്താൽ നേരെ ഇൻഡ് ചെയ്യാം കേട്ടോ. 3 × 3 9/2 × 2 4. അവർ ആൻസർ ഈസ് 9/2. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആക്ടിവിറ്റി, അടുത്ത ആക്ടിവിറ്റി ആണ്. അടുത്ത ആക്ടിവിറ്റിയിൽ നമുക്കിത് ആദ്യത്തെ എന്താ പറഞ്ഞേ, ഇത് സിംപ്ലിഫൈ ചെയ്യണം അല്ലെ. അപ്പൊ 2 1/4 ആണ് ഇവിടെ ഉള്ളത്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം മൾട്ടിപ്പിൾ പിന്നെ പ്ലസ് പഠിച്ചു അല്ലെ. അപ്പോ 2 × 4 ആദ്യം ചെയ്യണം, പ്ലസ് ആരെയും കൂടി ചെയ്യണം. ഇവിടെ ഒരു 1 ആണ് മുകളിലുള്ളത് അല്ലെ, ആ 1 കൂടി ചെയ്യാം /4. ആൻസർ ഈസ് 8 + 1/4. 8 + 1/4. 8 + 1 എന്താ? 9. 9/4. 9/4 ആണ് അവരുടെ ആൻസർ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിൽ പക്ഷെ ഇവിടെ നമുക്ക് എന്തായിരുന്നു, വെറുതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാ. ആ സെയിം കിട്ടിയ നമ്പർ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നേ? 9/4. ഇവിടെ രണ്ടും 9/4 ആണ്. കാരണം 2 1/4നെ സിംപ്ലിഫൈ ചെയ്തതാണ് എന്ത്? 9/4. അതിനെ 2 ടൈംസ് ചെയ്യണം അല്ലെ, 2 പ്രാവശ്യം ഇൻഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? 9 × 9 81/4 × 4 16. അങ്ങനെ കിട്ടും. ഓക്കെ ആയോ? ഇത് എളുപ്പമാണ് അല്ലെ, എളുപ്പമല്ലേ? പക്ഷെ ഇവിടെ ഡെസിമലാ വന്നേക്കണേ. അപ്പൊ എന്താ ചെയ്യാ? ഡെസിമൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഡെസിമല് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കേട്ടോ. ഡെസിമൽ പോയിന്റ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 12 അല്ലേ, 12 മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. 12 × 12 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 2 4 ആണ്, 1 × 2 2 ആണ്, 1 × 2 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 4 4 1. അപ്പൊ 4 2 ശരിയായി, എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 144 ആണ് നമുക്ക് കിട്ടാം. എന്ത്? 12 × 12 ചെയ്താൽ 144 ആണ് കിട്ടുക. നമുക്ക് വേണ്ടത് എന്താ? 1.2 1.2 ആണ്. അപ്പൊ 1.2 1.2 പറയുമ്പോൾ ഇവിടെ എത്ര പ്ലേസ് മാറി? ഇവിടെ ഒരു 1 ഒരു പ്ലേസ് മാറിയിട്ടുണ്ട്, ഇവിടെയും ഒരു പ്ലേസ് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലേസ് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ആൻസർ എഴുതുക നിങ്ങൾ ആദ്യം, എന്നിട്ട് ഈ 2 പ്ലേസ് മാറ്റുക. ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. 1 2 എന്നിട്ട് എന്തിട്ട് കൊടുക്കുക? ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടി? 1.44. ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? ഈ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ 14 × 14. ഇനി എന്താ ചെയ്യുക? 4 × 4 16 ആണ്. then remaining 1 × 4 4 + 1 5. then 1 × 4 4 ആണ്, 1 × 1 1 ആണ്. ഇനി ഇതൊക്കെ പ്ലസ് ചെയ്യാം അല്ലെ. 196. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസർ എടുത്ത് ചെയ്തു 196. ഇനി ഇവിടെ ഒരു പ്ലേസ് മാറിയേക്കുന്നത്, ഇവിടെയും ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇങ്ങനെ മൊത്തം എത്ര പ്ലേസ് മാറ്റണം? 2 പ്ലേസ് മാറ്റണം. ആ 2 പ്ലേസ് മാറ്റിയിട്ട് ഒരു കുത്തിട്ട് കൊടുത്താൽ എന്തായി?
ആൻസർ ആയി. ഇതാണ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതിനാണോ ഇത്ര പണി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാ ഡെസിമൽ പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഡെസിമലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചാൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ബന്ധം ഉണ്ടാക്കാം, കാരണം ഇവിടെ ഡെസിമൽ ഉണ്ടല്ലോ. അപ്പൊ ഡെസിമലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ചതുമാണല്ലോ, ഒരു മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെസിമൽ. എ റെക്ടാംഗിൾ ഹാസ് എ ലെങ്ത് ഓഫ് 12.5, ബ്രെഡ്ത്ത് 2.5. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു റെക്ടാംഗിൾ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം അല്ലെ. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ അത് റെക്ടാംഗിൾ ആയിട്ട് ഞാൻ ഒരു റഫ് പിക്ചർ കേട്ടോ. ഇനി നിങ്ങൾക്ക് കറക്റ്റ് റെക്ടാംഗിൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് വരയ്ക്കാം കേട്ടോ. ഇതാണ് റെക്ടാംഗിൾ. ഇനി അറിയാത്തവര് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് എന്തായാലും പറയണേ, 12.5 ലെങ്ത് ഉണ്ട്, 12.5 അതിന്റെ വിഡ്ത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. 12.5 ആണ് വിഡ്ത്ത്. ഇനി 2.5 എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? എന്ത് കാണാനാ പറഞ്ഞേക്കുന്ന ഏരിയ അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു പണിയില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ഈ പിക്ചറൊക്കെ ഒന്ന് മാറ്റുണ്ട്, ജസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലം വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, പോയിന്റ് ഇല്ലാതെ ചെയ്യും. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, പോയിന്റ് ഇല്ലാതെ ചെയ്യുന്നു. അപ്പൊ 2 1 2 5 2 5 25 പോയിന്റ് ഇല്ലാതെ ചെയ്യാം. 5 into 5 എന്താ, 5 into 5 25. then remaining 2. ഇനി remaining 2 into 5 10 അല്ലേ. 10 plus 2 12. പ്ലസ് ചെയ്യാൻ മറക്കരുത്. ആ 2 അവിടെ വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത് പ്ലസ് ചെയ്യാനുള്ളതാണ്. 1 into 5 5 plus 1 6. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, 2 വെച്ചിട്ട് ചെയ്യണം അല്ലെ. 2 into 5 10 ആണ്. ബാക്കി റിമൈനിങ് 1 ഉണ്ട്. ആ 1 ഇവിടെ കൃത്യമായിട്ട് എഴുതാം. ഇനി അടുത്ത് 2 into 2 4 ആണ്. 4 plus 1 5 ആണ്. 4 plus 1 5 അല്ലേ, 5 ആണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് 5 എഴുതാം. then 1 into 2 പിന്നെ റിമൈനിങ് ഒന്നുമില്ല. അപ്പൊ 2 അവിടെ കൃത്യമായിട്ട് എഴുതിയാൽ മതി. then 5 2 then 1 വരാൻ കാരണം എന്താ, 11 അല്ലേ. 11ന്റെ 1 ആണ് കേട്ടോ. then 3. അപ്പൊ ആൻസർ 3 1 2 5. ഇവിടെ എത്ര റിമൈനിങ് ഉണ്ടായിരുന്നു? 12.5 എന്ന് പറയുമ്പോൾ ഒരു റിമൈനിങ് ഉണ്ടായിരുന്നു, സോറി ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്ലേസ് ആണ് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ 2 പ്ലേസ് മാറ്റണം. അപ്പൊ 2 പ്ലേസ് പറയുമ്പോൾ 5 മാറ്റണം, 2 മാറ്റണം, എന്തിട്ട് കൊടുക്കണം, കുത്തിട്ട് കൊടുക്കണം. അപ്പൊ ആൻസർ 31.25 ആണ് വരിക. കിട്ടിയോ നിങ്ങൾക്ക്? ഈസി അല്ലേ. ഇവിടെ യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് എന്താ വരിക, cm സ്ക്വയർ. ഇവിടെ cm അതാണ് വയ്ക്കുന്നത്. അപ്പൊ cm സ്ക്വയർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പഠിക്കാം. അടുത്തൊരു സെക്ഷൻ ആണ് കേട്ടോ അത്. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ഇത്ര നേരം സ്ക്വയർ ആണ് പഠിച്ചിരുന്നത് കേട്ടോ. സ്ക്വയർ എന്താന്നുള്ളതാണ് നോക്കിയത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്ക്വയർ റൂട്ട് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോ നമ്മളോട് ഒരു 25 ഒക്കെ തന്നിട്ട് 25 സ്ക്വയർ സെന്റിമീറ്റർ തന്നിട്ട് ഇപ്പൊ ഇവിടെ നമ്മള് ഏരിയ കാണുക ചെയ്തേ. ഇവിടെ നമുക്ക് ഏരിയ കാണണ്ട, ഏരിയ അവർ വരും അല്ലെ. ഏരിയ കൃത്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്ത് മാത്രമാണ്, ആ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആ സൈഡ് എന്താണെന്ന് കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ എന്താ ചെയ്യണ്ടേ, അവര് കൃത്യമായിട്ട് എന്ത് തന്നിട്ടുണ്ടാവും, ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഫസ്റ്റ് ഡ്രോ എ സ്ക്വയർ ഓഫ് എ ഏരിയ 25 സ്ക്വയർ സെന്റിമീറ്റർ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് സ്ക്വയർ ഡ്രോ ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, അതിന്റെ ഏരിയ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടത്, അതിന്റെ ലെങ്ത് ഓഫ് ദി സൈഡ് ആണ് അല്ലെ. ആ സൈഡ് നമ്മുടെ സ്ക്വയറിന്റെ ലെങ്ത് ആണ്, ആ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അതുപോലെ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയും ചോദിക്കാം, ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് 25. സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 25, ഇങ്ങനെയും ചോദിക്കാം. അപ്പോ ഇപ്പൊ ഒരു നമ്പർ നമുക്ക് അറിയില്ല, അപ്പൊ അറിയാത്ത നമ്പർ നമ്മൾ എക്സ് കൊടുക്കാറുണ്ട് അല്ലെ. ആ എക്സ് കൊടുക്കുക, സ്ക്വയർ ഇടാം,
എന്നിട്ട് 25. അപ്പൊ ഈ എക്സ് ആരാന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ എക്സ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാത്തവരില്ലല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്ര നമ്മൾ പഠിച്ചതാ. എക്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ നമ്പർ, നമുക്ക് അറിയില്ല. ആ നമ്പറിന് നമ്മൾ എന്ത് കൊടുത്തു? ഏതോ ഒരു നമ്പർ. ആ നമ്പർ ഏതാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഏതാന്ന് കൃത്യമായിട്ട് അറിയണില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എക്സ് കൊടുത്തു. ആ എക്സിന്റെ സ്ക്വയർ 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതറിയില്ലല്ലോ, ഏതോ ഒരു നമ്പറിന്റെ. അപ്പൊ ആ നമ്പർ അറിയില്ല. അപ്പൊ എക്സ് കൊടുത്തിട്ട് ആ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് എഴുതി. അടുത്ത് ദ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് ഇറ്റ്സെൽഫ്. അപ്പൊ ആ ഒരു നമ്പറും അറിയില്ല. അപ്പൊ ഏതോ ഒരു നമ്പർ, ആ നമ്പറിനെ ആ നമ്പർ വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി? 25 കിട്ടി. ഇങ്ങനെ എല്ലാ കേസുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇതാ കിടക്കണു, നമുക്കറിയാം 25 എങ്ങനെ കിട്ടേ? 5 into 5 ചെയ്യുമ്പോഴാണ് 25. 5 into 5 അല്ലെങ്കിൽ 5 സ്ക്വയർ ചെയ്യുമ്പോഴാണ് 25. ഇനി അതല്ല, 25 എന്ന് പറയുന്നത് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എന്ത് വരും? 5 വരും. പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തെടുക്കുക. അപ്പൊ പിന്നെ 16 വരുമ്പോ എങ്ങനെയാണ്? 4 into 4 ആണ് 16. ഓർത്തെടുക്കാൻ പറ്റും അല്ലെ? പറ്റില്ലേ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 16 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഏത് നമ്പർ 2 times മൾട്ടിപ്ലൈ ചെയ്തതാണ്? 4 മൾട്ടിപ്ലൈ ചെയ്തതാണ്. 16 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. ഇനി 13ന്റെ സ്ക്വയർ റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, 6 ആണ്. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ദ സ്ക്വയർ റൂട്ട് ഓഫ് 36 ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്. ഒന്നുമില്ല, കണ്ണടച്ചിട്ട് പറയാം. 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണ്. അല്ലെങ്കിൽ 7 into 7 ആണ് 49. അപ്പൊ 49 ഏത് നമ്പർ ആണ്? 2 times മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 49 കിട്ടി കഴിഞ്ഞാൽ 7 ആണ്. ഇനി 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. 81ന്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. 100ന്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, സെറ്റ് ആക്കിയതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്കറിയാം 7 into 7 ആണ് എന്ത്? 49 അല്ലെ. പുതിയ ഒരാളെന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ ആയിരിക്കും. ഈ സിമ്പിൾ ഇങ്ങനെ എഴുതാടാ, എന്നിട്ട് 49 എഴുതും. എന്താ ഇതിന്റെ മീനിങ്? 49 ഏത് നമ്പർ വെച്ചിട്ട് 2 times മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 49 കിട്ടിയത്. നമുക്കറിയാം 7 ആണ്. അപ്പൊ അതിന്റെ ആൻസർ 7. ഇതിന്റെ ആൻസർ എന്താ വരിക? 7 into 7 ആണ് 49. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയേ 400. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? ഒന്ന് കുഴപ്പിച്ചു. ഇനി അതല്ല, ഇൻ കേസ് ഇങ്ങനെയാണ് ചോദിച്ചേ, എങ്ങനെ? റൂട്ട് 81 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 81 എന്ന് പറയുമ്പോ എന്ത് ചെയ്തിട്ടാ? 9 into 9 ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ 9 ആണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടുമോ? കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം. ആദ്യം എന്ത് ചെയ്യാ? ഈ 400 ഒന്ന് മാറ്റാം. 400 എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാൻ എനിക്ക് പറ്റും? 4 into 4ന്റെ നമുക്ക് അറിയാം അല്ലെ. പക്ഷെ 400ന്റെ അറിയാത്തുള്ളൂ. 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? അത് ഓർത്ത് വെക്കാം. 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോ 4 എപ്പോഴാണ് കിട്ടിയത്? 2 into 2 ചെയ്തപ്പോഴല്ലേ. അപ്പൊ 2 ആണ് അല്ലെ. പക്ഷെ 400 അറിയാത്തുള്ളൂ, 4ന്റെ അറിയാം. അപ്പൊ 4 എടുത്തു. 4 into എന്ത് ചെയ്യുമ്പോഴാ 400 വരിക? 4 into 100 ചെയ്യുമ്പോഴാ. അത് അറിയാത്തവരില്ലല്ലോ, നമുക്കറിയാം. അപ്പൊ 100ന്റെ അറിയാം നമുക്ക്. 100ന്റെ എങ്ങനെ കിട്ടാം? 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 10 ആണ് അല്ലെ. അപ്പൊ 4ന്റെ അറിയാം 2 ആണ്. 100ന്റെ എന്താണ്? 100 അറിയാം 10 ആണ്. ആൻസർ ഈസ് 20. അശ്യത് എന്ത് എളുപ്പ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ഒന്ന് പോസ് ചെയ്തോ ഈ വീഡിയോ, എന്നിട്ട് നിങ്ങൾ വേഗം ചെയ്യാം. പോസ് ചെയ്തോളൂ. ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണ്. പോസ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ടൊരു 2 minutes ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആരേനെ അറിയാം? 16ന്റെ റൂട്ട് അറിയാം അല്ലെ. 16ന്റെ റൂട്ട് എത്രയാണ്? 4. അപ്പൊ 16 എടുത്തേറ്റ് 16 into എത്ര ചെയ്യുമ്പോഴാണ് 1600 കിട്ടുക? 100 ചെയ്യുമ്പോ അല്ലെ. 100 അറിയില്ലേ? 100 എന്ന് പറയുമ്പോ റൂട്ട് 100 10 ആണ്. അപ്പൊ അവർ ആൻസർ ഈസ് 16ന്റെ റൂട്ട് 4 ആണ്. ഇൻറ്റു ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ? ഇവിടെ ഇന്ത്യ അല്ലേ. അപ്പൊ ഇവിടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. 100ന്റെ 10. ആൻസർ ഈസ് 40. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ 40 into 40 അങ്ങ് ചെയ്തോളൂ. ആൻസർ എന്താ? 4 into 4 16. 2 0 അങ്ങോട്ട് ഇറക്കി കയറ്റിയിടാം, ഒരുമിച്ച് ചേർത്ത് ഇടാം.
അല്ലെ? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. ഈ 2 0 കൂടി കയറ്റിട്ട എന്തായി? 16 0 0 വരും അല്ലെ? ഇനി ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ഡിവൈഡ് ചെയ്തിരുന്ന് ചെയ്തോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ട്രിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിമ്പിൾ ട്രിക്കിലേക്കല്ല നമ്മൾ പോവുക. ഒന്ന് സിമ്പിളായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരുന്ന് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചത് മക്കളാണ് അല്ലെ? ഫാക്ടറൈസ് ചെയ്യാൻ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഒരു പണിയില്ല. അപ്പൊ 2 to 5 എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 2 വെച്ചിട്ട് പറ്റുമോ? പറ്റില്ല. 3 വെച്ചിട്ട് പറ്റുമോ? പറ്റായിക്കൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ? അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് 5ന്റെ ഡിവിസിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എവിടെ പഠിച്ചതാണ്? 5th പഠിച്ചതാണ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് അത് എന്തിന്റെ ഡിവിസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഐഡിയയിലേക്ക് എത്താം. അപ്പൊ ഇവിടെ 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 5 ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. അപ്പൊ 5 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 5 വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്ത് നോക്കുക, അല്ലാതെ ഇപ്പൊ വഴിയുണ്ടോ? ഇല്ല. 2 to 5 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഇവിടെ 22 ഞാൻ എടുക്കുകയാണ്. 22 എന്ന് പറയുമ്പോൾ 20 ഉണ്ടല്ലോ 5ന്റെ ടേബിളില്. അപ്പൊ എത്ര ടൈംസ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 4 പ്രാവശ്യമാണ് അല്ലെ? അപ്പൊ 4 times 5 20 ആണ്. ഇനി ഇങ്ങോട്ട് 5 ഇങ്ങോട്ട് ഇറക്കിയില്ല, 2 ഇങ്ങോട്ട് ഇറക്കിയില്ല. ഇനി 25 കിട്ടാൻ ഒരു പണിയില്ല. 25 എന്ന് പറയുമ്പോൾ 5 times 5 ആണ് 25. അപ്പൊ 5 times 5 ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് അവസാനിപ്പിച്ചു. അപ്പൊ ആൻസർ 45. ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. എങ്ങനെ കിട്ടുക? ഇത് 5 തന്നെ ചെയ്യാൻ പറ്റും. ഇത് 9 ആണ് വരിക. ഇനി നമുക്ക് 9 വീട്ട് കളയാലോ? 3 ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ 3 into 3 എന്താണെന്ന് നമുക്കറിയാം, 9. അങ്ങനെ എല്ലാം ചെയ്തു. അപ്പൊ ഏതൊക്കെ കിട്ടിയെന്ന് ഓർത്ത് വെച്ചോട്ടാ. 5 ഉണ്ട്, 2 പ്രാവശ്യം 5 വന്നു. 3 2 പ്രാവശ്യം വന്നു. ഓർത്ത് വെച്ചേക്ക കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് ഓർത്ത് വെച്ചത്? എന്താ നിങ്ങൾ ഓർത്ത് വെച്ചേ? മറന്ന 5 2 പ്രാവശ്യം വന്നു. 5 2 പ്രാവശ്യം വന്നു. പിന്നെന്തായിരുന്നു? 3 2 പ്രാവശ്യം പറഞ്ഞു അല്ലെ? തെറ്റിച്ചേക്കരുത്. 3 അല്ലേ? ഞാൻ അവിടെ അങ്ങനെ 5 എഴുതി. 3 2 പ്രാവശ്യം വന്നു അല്ലെ? 5 into 5 എന്താണെന്ന് നമുക്കറിയാം, 25 ആണ്. 3 into 3 എന്താണ്? 9 ആണ്. അപ്പൊ വരാൻ ആൻസർ 25ന്റെ റൂട്ട് 5, 9ന്റെ റൂട്ട് 3. ആൻസർ ഈസ് വെരി സിമ്പിൾ 15. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ചെയ്ത് നോക്കിയോ? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ വേണ്ടേ അല്ലെ? അല്ലെങ്കിൽ ബോറടി ആയിരിക്കില്ലേ? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹോംവർക്ക് ആയിട്ടോ. ഇത് ഹോംവർക്കാണ്. ഹോംവർക്ക് ചെയ്യില്ലേ? മടിയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്യാട്ടോ. ഞാൻ ആൻസർ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ പറയും കേട്ടോ. നിങ്ങൾക്ക് ഹോംവർക്ക് വേണ്ട, ഹോംവർക്കിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് അറിയാം അല്ലെ? നമുക്ക് ചെയ്ത് നോക്കാം, ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ 2ഉം 3ഉം 4ഉം 5ഉം അങ്ങനൊന്നും പറ്റില്ല. 5 പറ്റില്ല, 7 പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, 11 പറ്റില്ല. നമുക്കറിയാം 13 മാത്രമേ പറ്റുള്ളൂ. 13 into 13 ആണ് എന്ത്? 169. അപ്പൊ ഇതിന്റെ ആൻസർ 13 ആണ്. ഓക്കെ, കാരണം 13 is prime. 13 into 13 ആണ് 169. വേറെ നമ്പേഴ്സിലൊന്നും പറ്റില്ല കേട്ടോ. ഇനി ഇതും നമ്മൾ ഇതൊന്നുമില്ല, ചെയ്ത് നോക്കുക വേണം. അപ്പൊ ഇതില് 2ല് പറ്റും അല്ലെ? 2ല് പറ്റില്ലേ? പറ്റൂലോ. ഇതിന് ആൻസർ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 98 കിട്ടുന്നുണ്ട്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങള് 98 ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവരെ ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിച്ചോളൂ കേട്ടോ. 2 വെച്ചിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് 49 ആണ് കിട്ടുക. എനിക്ക് വീണ്ടും 2 വെച്ചിട്ട് പറ്റുമോ? 2 വെച്ചിട്ട് പറ്റില്ല. ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ അല്ല, ഓടാണ്. അപ്പൊ 7 വെച്ചിട്ട് പറ്റുന്നുണ്ട്. 7 7. അപ്പൊ ഈ കിട്ടിയവരിനൊക്കെ എടുത്ത് എഴുതാം കേട്ടോ. ഇപ്പൊ 2 ഉണ്ട്, 2 2 പ്രാവശ്യം ഉണ്ട്, 7 2 പ്രാവശ്യം ഉണ്ട്. 2 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 4 അല്ലെ? ഇവിടെ 49. 4 എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ റൂട്ട് 2 അല്ലേ? 2. 49ന്റെ സ്ക്വയർ റൂട്ട് 7 അല്ലേ? അപ്പൊ ആൻസർ 14. അവർ ആൻസർ ഈസ് 14. സിമ്പിൾ ആയിരുന്നു അല്ലെ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. എന്ത്? പോയിന്റ് ഇല്ലാതെ ചെയ്യാം. ഓക്കെ, പോയിന്റ് ഇല്ലാതെ റൂട്ട് കാണാം. റൂട്ട് കാണണം ഇല്ല, പോയിന്റ് ഇല്ലാതെ ചെയ്യാം. എന്തിന്റെ സ്ക്വയർ റൂട്ട് സ്ക്വയർ ആണിത്? 13ന്റെ സ്ക്വയർ ആണ് അല്ലെ? 13ന്റെ സ്ക്വയർ ആണ്. 30 എന്ന് പറയുമ്പോ എന്താണ്? 13 into 13 ആണ് എന്ത്? 169 അല്ലെ? നമുക്കറിയാം
ഇവിടെ രണ്ട് പ്ലേസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പ്ലേസ് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി എടുക്കാം. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ്. അപ്പൊ ഒരു പ്ലേസ് മാറ്റിയിട്ട് 13 മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലേസ് മാറ്റിയിട്ട് എഴുതാം. 13 എന്ന് പറഞ്ഞിട്ട് ആദ്യം എടുത്ത് എഴുതാം. വേണമെങ്കിൽ 13 എഴുതാം. എന്നിട്ട് ഒരു പ്ലേസ് മാറ്റുക. ഒരു പ്ലേസ് മാറ്റുമ്പോൾ ഒരു കുത്തിടാം, അല്ലെ? 3 മാറ്റിയിട്ട് ഒരു കുത്തിടാം, അത്രേ ഉള്ളൂ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിയേ. എന്താണത്? ഇതിന്റെ റൂട്ട് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ ഈ വീഡിയോയില്, അല്ലെ? 14 × 14 ആണ് എന്ത്, അല്ലെങ്കിൽ 14 സ്ക്വയർ ആണ് എന്ത്, 196. അപ്പൊ അങ്ങനെയാണെങ്കിൽ 14 ആദ്യം എടുത്ത് ചെയ്തു. ഇവിടെ 2 അല്ലേ? അപ്പൊ 2ന്റെ പകുതി എന്ന് പറയുമ്പോ 1, അല്ലെ? ഒരു പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു കുത്തിട്ട് വെക്കാം. അപ്പൊ ആൻസർ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ 2 ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ. ഒന്ന് എന്താണ്, ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഒന്ന് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും, 1/4 മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 2 × 4 പ്ലസ് ആണ് പിന്നെ ചെയ്യുക. പിന്നെ ഇവിടെ 1 അല്ലേ, ആ 1 ആണ് ചെയ്യേണ്ടത് കേട്ടോ. 1 അടിയിൽ 4 ആണ്, ആ 4. അപ്പൊ ആൻസർ 9/4. ഇവിടെ ഇപ്പോ 9/4. അതിന്റെ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റൂട്ട് കാണേണ്ടത്. അപ്പൊ 9ന്റെ റൂട്ട് എന്താ നമുക്കറിയാം. 9 എന്ന് പറയുമ്പോൾ 3 × 3, അപ്പൊ 3/4 എന്ന് പറയുമ്പോൾ 2 × 2, അപ്പൊ 2. 3/2. 3/2. Move to next. The same way നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റും. അപ്പൊ 4 1/2 മാറ്റാം. 4 1/2 മാറ്റാൻ പറയുമ്പോൾ ഇൻറ്റു ഇത് പ്ലസ്, അല്ലെ? അപ്പൊ അത് ഇൻറ്റു ചെയ്യുമ്പോൾ 4 × 2 8, പിന്നെ പ്ലസ് 1/2 അല്ല അടിയുള്ളത്, ആണല്ലോ 2 ആണല്ലോ. അപ്പോ 9/2 വരും. ഇതിനെ റൂട്ട് ചെയ്യാം. അപ്പൊ 9ന്റെ റൂട്ട് 8, പക്ഷെ 2നെ റൂട്ട് ചെയ്യാം. അപ്പൊ 9ന്റെ റൂട്ട് എത്രയാ, 3 × 3 ആയതുകൊണ്ട് 3 നേടി. ഇതിനൊന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ ഇട്ടേക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെസിമൽസ് എന്ന് പറയുന്ന ടോപ്പിക് ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഏരിയ കാണാൻ, അല്ലെ? റെക്ടാംഗുലർ സ്ക്വയറിന്റെ ഏരിയ കാണാൻ പഠിച്ചു. അപ്പം തന്നെ സ്ക്വയർ റൂട്ട് ഫാക്ടറൈസ് ചെയ്യാൻ ഒന്ന് ഓർത്തെടുത്തു, അല്ലെ? ഫാക്ടറൈസ് ചെയ്യാൻ എന്താ ചെയ്യുക, സെയിം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരിക, അല്ലെ? അത്രേ ഉള്ളൂ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നമ്പറേക്ക് എത്തും. അതും പ്രൈം തന്നെ ആക്കാം കേട്ടോ. ചെറിയൊരു നമ്പറേക്ക് വരും. അങ്ങനെ ഇനി പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിർത്താം. എന്നിട്ട് അതെന്താണ് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 2 or 3 ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ഒരു 5 മാർക്ക് ഷുവർ ആണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.